വീക്കെൻഡ് എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ബിഗ് ബോസ് ആരാധകർക്ക് ഈ ഒരാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും എല്ലാവർക്കും ഉള്ളത്. കാരണം ഇന്നലത്തെ എപ്പിസോഡിൽ സിബിൻ്റെ ഒരു വിഷയത്തെ പറ്റിയിട്ട് നല്ല രീതിയിൽ റോസ്റ്റിംഗ് നടത്തുകയും ലാലേട്ടൻ്റെ ഒരു നല്ലൊരു പെർഫോമൻസ് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ബിഗ് ബോസിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ ബിഗ് ബോസ് ഗെയിമിനെ മാത്രം ആരാധിക്കുന്ന, അല്ലെങ്കിൽ പേഴ്സണലി ആരോടും അങ്ങനൊരു ഫേവറിസം ആ വീട്ടിൽ കാണിക്കാത്ത ആരാധകർക്ക് ലാലേട്ടൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിലെ ആ ഒരു പെർഫോമൻസിനെ പറ്റിയിട്ട് കാണാനായിരിക്കും ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവുക. ഒരുപാട് സസ്പെൻസുകളും ഹൈലൈറ്റ്സുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഉണ്ടാവുക സാധാരണ വീക്കെൻഡ് എപ്പിസോഡുകൾ. ഇന്നലത്തെ എപ്പിസോഡിൽ ഈ പറയുന്ന പോലെ നല്ല രീതിയിലുള്ള റോസ്റ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്നുള്ളത് കാത്തിരുന്നവർക്ക് വേണ്ടിയിട്ട് ഏഷ്യാനെറ്റിന്റെ പ്രൊമോ റിലീസായിട്ടുണ്ട്. ആ പ്രൊമോയിൽ കാണിക്കുന്നത് വെച്ചിട്ടാണെങ്കിൽ ജിൻഡോയുടെ ക്യാപ്റ്റൻസിയും ജാസ്മിന്റെ ഹൈജീനുമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ജാസ്മിന്റെ ഹൈജീന്റെ കാര്യം ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് ജാസ്മിൻ ആ പ്രൊമോയിൽ പറയുന്നത്, എൻ്റെ കംഫർട്ട് അതായത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ചെരുപ്പിടാത്തൊരു കാര്യത്തെ പറ്റിയിട്ടാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. കാരണം കഴിഞ്ഞ വീക്കിൽ ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഉണ്ടായ ഒരു വലിയ ഇഷ്യൂ അത് തന്നെയായിരുന്നു. ആ ഒരു ഇഷ്യൂവിനെ ടേക്കപ്പ് ചെയ്തുകൊണ്ട് സംസാരിച്ച് വരുമ്പോൾ പല പല കാര്യങ്ങളിലേക്ക് തിരികുകയും അത് വലിയൊരു ഇഷ്യൂ ആവുകയും ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എല്ലാവരും ആ വീട്ടിലെ ജാസ്മിൻ അല്ലാത്ത ബാക്കി എല്ലാവരും ജാസ്മിനെതിരെ നിന്ന ഒരു സിറ്റുവേഷനും അത് തന്നെയായിരുന്നു. ബേസിക് ആയിട്ടുള്ള ഒരു ഹൈജീൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിട്ട്, അപ്പോൾ അത് ആ കാര്യം സംസാരിച്ചത് ജിൻഡോ ആയതുകൊണ്ടിട്ട് തന്നെ ജാസ്മിൻ അതൊരു വാശി പുറത്തിരിക്കുകയും ജിൻഡോയുടെ മേലെയുള്ള ആ ഒരു ദേഷ്യം കാണിച്ചപ്പോൾ അത് മറ്റുള്ളവരെയൊക്കെ എഫക്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഒരേ സ്വരത്തിൽ അതൊരു എതിരഭിപ്രായമായി എന്നുള്ളത് കൊണ്ട് തന്നെ ലാലേട്ടൻ നിന്ന് ആ വിഷയം എടുത്തിടുകയും അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കംഫർട്ടിൽ ജീവിക്കാൻ പറ്റുന്ന സ്ഥലമല്ല ഈ ബിഗ് ബോസ് ഹൗസ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ തിരിച്ചു ചോദിക്കുമ്പോൾ ജാസ്മിൻ അവർ തമ്മിൽ നല്ല രീതിയിൽ കോൺവെർസേഷൻസ് പോയിട്ടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായങ്ങളും വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതിനുശേഷം ജാസ്മിൻ ചോദിക്കുന്ന ഒരു ഇതുണ്ട്, എന്നെ മാത്രം എയിം ചെയ്തിട്ടാണ് ഇത് പറയുന്നത് എന്ന് തോന്നുന്നു, ഈ വീട്ടിൽ വേറെ പലരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ജാസ്മിൻ പറയുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ലാലേട്ടൻ കുറച്ച് ക്ഷുഭിതനായിട്ട് ഞാൻ എന്തിനാണ് നിങ്ങളെ മാത്രം എയിം ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നതായിട്ട് ആ ഒരു പ്രൊമോയിൽ ഒന്നാമത്തെ പ്രൊമോയിൽ കാണുന്നുണ്ട്. അതായിരുന്നു ഫസ്റ്റ് വന്ന പ്രൊമോ. ആദ്യത്തെ പ്രൊമോയ്ക്ക് ശേഷം വന്ന രണ്ടാമത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു ജിൻഡോയുടെ ക്യാപ്റ്റൻസി എന്ന് വീട്ടിലുള്ളവരോടൊക്കെ ലാലേട്ടൻ ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അതൊരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എന്നും ഏറ്റവും മോശമായിട്ട് ആ വീട്ടിൽ കണ്ട ക്യാപ്റ്റൻസി ഇതായിരുന്നു എന്നും പിന്നെ അതുപോലെ വളരെ മോശം പ്രശ്നങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു, പവർ റൂമിൻ്റെയും സിബിൻ്റെയും പപ്പറ്റ് പോലെ ജിൻഡോയെ തോന്നിയിരുന്നു എന്നൊക്കെ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ആ വീട്ടിലെ മത്സരാർത്ഥികൾ തിരിച്ച് ലാലേട്ടനോട് പറയുന്നത്. ഈ പപ്പറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ആക്ച്വലി പ്രേക്ഷകരും പുറത്ത് ഒരേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു. പവർ റൂമിലുള്ളവർക്ക് വേണ്ടി മാത്രം ഫേവറിസം ചെയ്ത് അവരുടെ മാത്രമായിട്ടുള്ള ഒരു ക്യാപ്റ്റനായിട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ജിൻഡോ നിലനിന്നിട്ടുണ്ടായിരുന്നത്. ജിൻഡോയെ സിബിൻ പല സമയങ്ങളിലും നിയന്ത്രിക്കുന്നത് പോലെ തന്നെയായിരുന്നു ജിൻഡോയുടെ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളും. റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാതെ സിബിൻ എന്തു പറയുന്നതോ അതിനെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടിട്ടായിരുന്നു ജിൻഡോ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ ഒരാഴ്ചയിൽ മൊത്തം കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിലേക്ക് ഉപരി ജിൻഡോ എന്നുള്ള ഒരു ഗെയിമറെ തന്നെയാണ് അവിടെ കണ്ടിട്ടുള്ളത്. സാധാരണ എല്ലാ സീസണുകളിലും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ക്യാപ്റ്റൻ ആയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ ആ ആഴ്ചയിൽ മൊത്തം എവിക്ഷൻ പ്രോസസ്സിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതിനുള്ള കാരണമായിട്ട് ഈ കഴിഞ്ഞ ഇത്രയും ബിഗ് ബോസുകൾ കണ്ട ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഓഫ് കോഴ്സ് ഒരു ക്യാപ്റ്റൻ ആയിട്ട് ഒരാളെ അവിടെ തിരഞ്ഞെടുക്കുമ്പോൾ അയാളെ ആ വീടിന്റെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും മൊത്തമായിട്ട് ബിഗ് ബോസ് ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരാഴ്ച ആ കണ്ടസ്റ്റന്റ് അവിടെ ഒരു ക്യാപ്റ്റനായിട്ട് തന്നെയാണ് നിൽക്കേണ്ടത്. മത്സരാർത്ഥി, ഒരു പേഴ്സണൽ മത്സരാർത്ഥി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മത്സരാർത്ഥി എന്നുള്ള രീതിക്ക് ഉപരി ക്യാപ്റ്റനായിട്ട് തന്നെയാണ് നിലകൊള്ളേണ്ടത്. അതുകൊണ്ട് ആ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടിട്ടാണ് ഒരു ഗെയിമിൽ പോലും ക്യാപ്റ്റനെ ഉൾപ്പെടുത്തുകയോ ഒന്നും ചെയ്യാത്തത്. അതിനപ്പുറം ആ ഗെയിമിന്റെ ജഡ്ജായിട്ട് ക്യാപ്റ്റൻ ആയിരിക്കും നിൽക്കുക ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഒരാഴ്ച അവർക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, നിയന്ത്രണങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ എന്നുള്ളൊരു റീസൺ കൊണ്ടിട്ടാണ് അവരെ ആ ഒരാഴ്ച എവിക്ഷൻ പ്രോസസ്സിലേക്ക് ഇടാത്തത്. കാരണം എവിക്ഷൻ പ്രോസസ്സിലേക്ക് ഇട്ടാലും അവർ ആ ആഴ്ച അവിടെ ഒന്നും ചെയ്യുന്നില്ല, ചെയ്യാനുള്ളൊരു അവസരമല്ല അത് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ആ ആഴ്ചയിലെ എവിക്ഷൻ പ്രോസസ്സിൽ ക്യാപ്റ്റനെ മാറ്റുന്നതെന്നാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ജിൻഡോയുടെ ക്യാപ്റ്റൻസിയെ പറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ ജിൻഡോ ആ വീട്ടിൽ കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ജിൻഡോയുടെ കുറച്ച് ഫേവറേറ്റ്സിന് മാത്രം ഫേവറിസം കാണിച്ചുകൊണ്ട് അവരുടെ മാത്രം ക്യാപ്റ്റനായിട്ട് നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. ജാസ്മിനും നോറയും ഒക്കെ ഓൾറെഡി
ജിൻഡോയുടെ കുറച്ച് ടാർഗറ്റുകളായിട്ട് തന്നെ ഉള്ളവരാണ് ഇവർ. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അല്ലെങ്കിൽ 3 പേരും തമ്മിൽ നല്ല രീതിയിൽ വാഗ്വാദങ്ങൾ ഉണ്ടാവുകയും പൊട്ടിത്തെറികൾ സംഭവിക്കുകയും ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ആണ് ജാസ്മിനും നോറയും. അപ്പൊ ഇവരൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ തിരിച്ച് ജിൻഡോയുടെ ഒരു പ്രതികരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ട്. അത് കറക്റ്റായിട്ട് സിബിനൊക്കെ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ ജിൻഡോ പറയുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് എന്നുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ ഒരിക്കലും ഒരു ജനാധിപത്യപരമായ ഒരു ക്യാപ്റ്റനായിട്ടോ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിൻ്റെതായ ഒരു ക്വാളിറ്റിയോ ജിൻഡോ പുലർത്തിയിട്ടുള്ളതായിട്ട് വ്യൂവേഴ്സിന്, ഒരു ഭൂരിഭാഗം വ്യൂവേഴ്സിനും തോന്നിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ജിൻഡോയ്ക്ക് ഫേവറബിൾ ആയിട്ട് നിൽക്കുന്നവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയമായി മാത്രം ക്യാപ്റ്റനെ യൂസ് ചെയ്യുകയും ക്യാപ്റ്റൻ അങ്ങനെ ആയി തീരുകയുമായിരുന്നു. സിബിന്റെ മാത്രം ഒരു നിഴലായിട്ടും പവർ റൂമിന്റെ കളിപ്പാവയായിട്ടും ജിൻഡോ മാറുകയായിരുന്നു എന്ന് ആ വീടിനുള്ളിലുള്ളവരും പുറത്തുള്ളവരും ഒരേപോലെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു 2 വിഷയങ്ങളാണ് ഇത്തവണ ഈ ഒരു ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ടേക്കപ്പ് ചെയ്ത് സംസാരിക്കുന്നത്. അത് രണ്ടുമാണ് ഹൈലൈറ്റഡ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് പോലെ തന്നെ കുറച്ചൊരു ലാലേട്ടൻ്റെ ഒരു ബാങ്ക് കാണാൻ പാകത്തിനുള്ള ഒരു രീതിയിലുള്ള എപ്പിസോഡ് തന്നെ ആയിരിക്കും ഇന്നത്തേതും.